ഈ ഓണത്തിന് കൊടുത്തൊരു സമ്മാനമാണ് ലൈഫ് പദ്ധതി. ഇനി മുതൽ വീട് കിട്ടുന്നവർ 1 ലക്ഷം രൂപ കൂടി കയ്യിൽ നിന്ന് കൊടുക്കണം. നേരത്തെ ഉള്ളതിനേക്കാൾ 1 ലക്ഷം രൂപ കുറച്ചേ കൊടുക്കൂ എന്നുള്ള ലൈഫ് പദ്ധതി ഇപ്രാവശ്യമാണ് വന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ കാര്യം അവർ പറയുന്നില്ല. 3700 കോടി ബഡ്ജറ്റ് വെച്ചിരിക്കുന്നതാണ്. അതിനകത്ത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു ഗഡു പോലും കൊടുത്തിട്ടില്ല. ഏകദേശം 31 ലക്ഷം പേർക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടിയത്. 16 ലക്ഷത്തോളം പേർക്ക് കൊടുത്തു തുടങ്ങിയതാണ്. അത് കൊടുത്തിട്ടില്ല. അതുപോലെ കണക്ട് വർക്ക് തുടങ്ങിയ കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. നമ്മുടെ കേരളത്തിലെ എല്ലാവരും ഓണത്തിൻ്റെ ആഘോഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഓണം അടുത്ത ദിവസങ്ങളിലാണ്. ഇന്നു മുതലൊക്കെ മിക്കവാറും സ്ഥലങ്ങളിൽ അവധിയാണ്. ഓണത്തിന് നല്ല ഇതുപോലെ ആഘോഷം സംഘടിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഓണമാണ് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും അധികം ഗവൺമെൻറ്റിൻ്റെ പൊതുരംഗത്തുള്ള ഇടപെടൽ ആവശ്യമുള്ള കാര്യം. ഗവൺമെൻറ് ഓണത്തിനകത്ത് ഓണം സമ്പന്നമാക്കുന്നതിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്നത് ഒരു ഏജൻസി എന്ന നിലയിൽ ഗവൺമെൻറ്റാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും മാർക്കറ്റുകളിലെ ഇടപെടലും വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനുള്ള ഇടപെടലുകളാണ് ഉണ്ടാവേണ്ടത്. വിലക്കയറ്റം ഇപ്രാവശ്യം വളരെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. സാധനങ്ങളുടെ ഓരോന്നിൻ്റെയും വിലയെടുത്ത് പറയേണ്ടതില്ല. നിങ്ങളെല്ലാം സാധനങ്ങൾ വാങ്ങുന്നതാണ്. അതിനകത്ത് പൊതുവിതരണ സമ്പ്രദായത്തിലേക്ക് ആവശ്യത്തിന് പണം എത്തിച്ചിട്ടില്ല എന്നുള്ള പോരായ്മ നിൽക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് അരിയുടെ വില എപ്പോഴും നിയന്ത്രിക്കുന്നതിന് പൊതുവിതരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നല്ലൊരു ഇടപെടൽ നടത്താറുണ്ട്. കഴിഞ്ഞ വർഷം വരെ കഴിഞ്ഞ 10 വർഷക്കാലമായി റേഷൻ കടകളിൽ കൊടുത്തിരുന്ന 10 രൂപ 90 പൈസയ്ക്ക് APL വിഭാഗത്തിനും ഉൾപ്പെടെ കൊടുത്തിരുന്ന റേഷൻ അരിയുടെ സമ്പ്രദായം ഇപ്പം മാറ്റി. കഴിഞ്ഞ പ്രാവശ്യം വരെ കൊടുത്തിരുന്നതിൻ്റെ അളവ് കുറച്ച് റേഷൻ ഇപ്രാവശ്യം 10 കിലോ അരി 26 രൂപയ്ക്കാണ് ഇപ്രാവശ്യം റേഷൻ കടകളിൽ കൊടുക്കുന്നത്. നേരത്തെ അത് 15 കിലോ 10 രൂപ 90 പൈസയ്ക്ക് കൊടുത്തിരുന്നതാണ്. അത് APL വിഭാഗത്തിന്. അല്ലാതെ അരി BPL വിഭാഗത്തിന് സൗജന്യമായി തന്നെ കൊടുത്തിരുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിനകത്തെല്ലാം അളവ് കുറച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഓരോരുത്തരും സപ്ലൈകോയിലോ മാവേലി സ്റ്റോറിലോ ഒക്കെ കയറുമ്പോൾ പൊതുവിതരണ രംഗത്ത് ഒരു റേഷൻ കാർഡിന് 20 കിലോ അരി 25 രൂപ വെച്ച് കിട്ടുമായിരുന്നു. അത് സ്പെഷ്യൽ അരിയാണ്. സ്പെഷ്യൽ അരി പ്രത്യേകമായി കിട്ടുമായിരുന്നു. ഇപ്രാവശ്യം ആ സമ്പ്രദായം ഇല്ല. അപ്പോൾ മാർക്കറ്റിൽ 50-60 രൂപ വിലയുള്ള അരിയാണ് 25 രൂപയ്ക്ക് അങ്ങനെ ഒരു റേഷൻ കാർഡിന് 20 കിലോ വെച്ച് കൊടുത്തിരുന്നത്. അതിൻ്റെ അളവ് നോക്കുമ്പോഴേ അറിയൂ എത്ര കോടി രൂപയുടെ സൗജന്യമാണ് ജനങ്ങൾക്ക് വന്നിരുന്നത്. സർക്കാരിൻ്റെ ആ വില നിയന്ത്രണം കാരണം പൊതു മാർക്കറ്റിലെ എല്ലാ അരിയുടെയും വില കുറഞ്ഞു നിന്നിരുന്നു. അപ്പോൾ ആ റേഷൻ കാർഡ് കട വഴി കൊടുത്തിരുന്ന 10 രൂപ 90 പൈസയുടെ അരിക്ക് പകരം ഇതാദ്യമായിട്ട് 26 രൂപയ്ക്ക് റേഷൻ കട വഴി അരി കൊടുക്കുന്നൊരു സമ്പ്രദായം കൊണ്ടുവന്നു. എന്ന് പറഞ്ഞാൽ നേരത്തെ കൊടുത്തിരുന്ന 15 കിലോ 10 രൂപ 90 പൈസയ്ക്ക് കൊടുക്കുന്നതിന് പകരം ഇപ്രാവശ്യം 10 കിലോ അരി 26 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. പൊതുവിപണിയിൽ വില കുറഞ്ഞ് എല്ലാ കാർഡുകൾക്കും കൊടുക്കാനുള്ളതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അവിടെയും ആ 25 രൂപയ്ക്ക് കൊടുക്കുന്ന അരി ഇപ്രാവശ്യം ഇല്ല. ഇത് മറ്റുള്ള എല്ലാ മേഖലയ്ക്കും ബാധകമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം വില നിയന്ത്രിക്കാൻ ഏറ്റവും കൂടുതൽ ഇടപെട്ടിരുന്നതാണ് സർക്കാർ. ആ തരത്തിൽ ഇപ്രാവശ്യം അതിനായിട്ട് പണം മാറ്റിവെച്ചിട്ടില്ല എന്ന് കാണാം. ഇതൊരു മേഖലയെ മാത്രമല്ല. ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കുമെന്നാണല്ലോ പറഞ്ഞത്. ബോണസും മറ്റുമൊക്കെ വന്നപ്പോൾ ചില UDF ഹാൻഡിലുകൾ വലിയ തോതിൽ പ്രചരിപ്പിച്ചത് വർധന കൊടുത്തു എന്നാണ്. ആദ്യം വർധനയൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത അതേ തുക അല്ലാതെ ഒന്നും കൊടുത്തിട്ടില്ല. വർധനവ് കൊടുത്തിട്ടില്ല. വർധന കൊടുത്തിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, വർധന കൊടുത്തു എന്ന് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളത് ആണ് ഇപ്രാവശ്യം വന്നത്. അത് കൊടുത്തിട്ടില്ല. ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് കൊടുത്ത ആനുകൂല്യം മാത്രമല്ല, ഇപ്പം ക്ഷേമ പെൻഷൻ്റെ കാര്യം വലിയ തോതിൽ വിവാദമായതാണ്. ക്ഷേമ പെൻഷൻ ഇനി മുതൽ ബാങ്ക് അക്കൗണ്ട് വഴിയെ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ധാരാളം ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടാതെ വരും. അത് അവരൊക്കെ തെറ്റായി മേടിക്കുന്നതുകൊണ്ടല്ല. പാൻ കാർഡും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉപയോഗിച്ച് ബാങ്ക് അക്കൗണ്ട് പോയി എടുക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അത് ഫലത്തിൽ ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കിട്ടാതെ വരും, നല്ലൊരു നമ്പർ ആളുകൾക്ക്. ഇപ്രാവശ്യം ഏതായാലും ഈ സമരങ്ങൾ കണ്ടിട്ട് ഇപ്പം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നൊക്കെ ആയിട്ട് ഇന്നും തിങ്കളാഴ്ചയൊക്കെ ആയിട്ടാണ് കൊടുക്കാൻ ആലോചിച്ചിട്ടുള്ളത്. ഇനി ക്ഷേമ പെൻഷൻ എത്ര പേർക്ക് കിട്ടുമെന്ന് കണ്ടറിയണം. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിനകത്ത് എന്തായാലും ഈ മാസം അത് നേരിട്ട് കൊടുക്കാൻ തീരുമാനിച്ചത് നന്നായി. പക്ഷേ ക്ഷേമ പെൻഷൻ വീണ്ടും ബാങ്ക് അക്കൗണ്ട് കൊടുത്താലേ വരൂ എന്നുള്ള സ്ഥിതി നിൽക്കുകയാണ്. ലൈഫ് പദ്ധതിക്ക് ഈ ഓണത്തിന് കൊടുത്തൊരു സമ്മാനമാണ് ലൈഫ് പദ്ധതി. ഇനി മുതൽ വീട് കിട്ടുന്നവർ 1 ലക്ഷം രൂപ കൂടി കയ്യിൽ നിന്ന് കൊടുക്കണം. നേരത്തെ ഉള്ളതിനേക്കാൾ 1 ലക്ഷം രൂപ കുറച്ചേ കൊടുക്കൂ എന്നുള്ള ലൈഫ് പദ്ധതി ഇപ്രാവശ്യമാണ് വന്നത്. സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ കാര്യം അവർ പറയുന്നില്ല. 3700 കോടി ബഡ്ജറ്റ് വെച്ചിരിക്കുന്നതാണ്. അതിനകത്ത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു ഗഡു പോലും കൊടുത്തിട്ടില്ല. ഏകദേശം
31 ലക്ഷം പേർക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് ഞങ്ങൾ കണക്ക് കൂട്ടിയത്. 16 ലക്ഷത്തോളം പേർക്ക് കൊടുത്തു തുടങ്ങിയതാണ്, അത് കൊടുത്തിട്ടില്ല. അതുപോലെ കണക്ട് വർക്ക് തുടങ്ങിയ കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായി ശമ്പള പരിഷ്കരണം ഉടനെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ശമ്പള പരിഷ്കരണം കൊടുക്കുന്ന കാര്യമില്ല. ഞങ്ങൾ ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് DA മൊത്തം കൊടുത്തു തീർത്തു. ഇനി ഒരു 5% ഒക്കെയാണ് മാക്സിമം ഫിറ്റ്മെൻറ്റ് വരുന്നത്. ഈ ഫിറ്റ്മെൻറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യവും ഗവൺമെൻറ് കൊടുത്തു തീർത്തതാണ്. ശമ്പള പരിഷ്കരണം ഇപ്പോഴും ഈ ഓണത്തിനോട് കൊടുക്കണമെന്നായിരുന്നു LDF ആലോചിച്ചിരുന്നത്, ഇപ്പോഴും അത് കൊടുക്കുന്നില്ല. ശമ്പള പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ പഴയ DAയുടെ കുറച്ച് കുടിശ്ശികയുണ്ട്. ഇത് കൊടുക്കാൻ ഈ വർഷത്തെ ബഡ്ജറ്റ് ഞങ്ങൾ 12,000 കോടിയാണ് വെച്ചിരുന്നത്. അതിനകത്തും ഒരു തുക കൊടുക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ലീവ് സറണ്ടർ എന്ന് പറയുന്ന സാധനം കൊടുക്കുന്നതേ ഇല്ല. LDFൻ്റെ കാലത്ത് അങ്ങനെ നിർത്തിയിരുന്നില്ല, ലീവ് സറണ്ടർ ഇപ്പോൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു വശത്തു കൂടി ചെയ്യുന്നു. അതേപോലെ തെറ്റായ പ്രചരണം നടത്തുന്നതിന്, അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിരന്തരമായി തെറ്റായ പ്രചരണം നടത്തി വീണ്ടും 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 വളരെ ആധികാരികമായി ഒരു കള്ളം 100 പ്രാവശ്യം ആവർത്തിച്ചാൽ അത് സത്യമാവും എന്നുള്ള ഗീബൽസിൻ്റെ അതേ തന്ത്രം സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി നടത്തുന്ന പ്രസ്താവനയുടെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വിഴിഞ്ഞം തുറമുഖത്തിന് ഇപ്പോൾ ഒരു പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞു. ആ റോഡ് കണക്ടിവിറ്റി ഞങ്ങളാണ് കൊണ്ടുവന്നതെന്നാണ്. യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പ്രവർത്തനം 8,000 ചില്ലാനം കോടി ചെലവാക്കിയ വിഴിഞ്ഞത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച LDF സർക്കാരാണ്. അതിനകത്ത് റെയിൽവേയും റോഡും കണക്ട് ചെയ്യുന്നതിന് വേണ്ടി സ്ഥലമെടുപ്പ് നടക്കുകയാണ്. അല്ലാതുള്ള വഴിക്കിപ്പോൾ അവിടെ വരാം. കരവഴിയും കൂടി സാധനം കൊണ്ടുവരാമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ കാഴ്ചപ്പാട്. കടലിൽ കൂടി കയറ്റി അയക്കുന്ന സാധനങ്ങൾ കൂടാതെ ഈ തുറമുഖ കപ്പലുകൾ തമ്മിൽ ചേർന്ന് അവിടുന്ന് വലിയ കപ്പലിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ ചെറിയ കപ്പലിലേക്ക് മാറ്റുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് ഉൾപ്പെടെ എല്ലാം നടത്താവുന്ന തുറമുഖമാണ്. അവിടെ ഇപ്പോൾ ഒരു ടെർമിനൽ എന്ന നിലയിൽ കരയിൽ നിന്ന് റോഡ് മാർഗം വരുന്ന സാധനം കൂടി അവിടെ കൊണ്ടുവരുന്നതിന് ഒരു കാര്യം വന്നു. അത് ആ സ്റ്റെപ്പ് വേണ്ടതാണ്. പക്ഷേ ഇതിനെല്ലാം തടസ്സം ചെയ്തുകൊണ്ടിരുന്ന ആരാ നേരത്തെ? വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണം നിർത്തിവെക്കണമെന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ടതും വിഴിഞ്ഞത്ത് സമരം നടത്തിയതും ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷമാണ്. അത് നിർത്തിവെക്കണമെന്ന് പറഞ്ഞതാണ്. അതൊക്കെ ഇപ്പോൾ ആരും ഓർക്കുന്നില്ല തരത്തിലാണ്. ഈ സ്ഥലമെടുക്കുന്നതിനും റെയിൽ കണക്ടിവിറ്റിക്കും തടസ്സം ഉണ്ടാക്കിയത് അദ്ദേഹം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള മുന്നണി തന്നെയാണ് എന്നുള്ള കാര്യം മറന്നു വെച്ചിട്ടാണ്. ഇപ്പോൾ എന്തോ പുതിയൊരു കാര്യം കണ്ടെത്തിയെന്നാണ്. ഇപ്പോൾ ഓപ്പറേഷൻ മിഷൻ സമുദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ മിഷൻ സമുദ്രയുടെ ഇൻട്രസ്റ്റിനെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. ഞങ്ങൾക്കും നമ്മുടെ കേരളത്തിൻ്റെ കടലും കായലും ഒക്കെ ഉപയോഗിക്കണം എന്നുള്ള അഭിപ്രായത്തിൽ യാതൊരു തടസ്സവുമില്ല. പക്ഷേ അത് നടന്ന കാര്യങ്ങൾ മറച്ചു വെക്കുകയും ഇപ്പോൾ അതിനെ ആകെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യം നശിപ്പിച്ചുകൊണ്ട് ചെയ്യുകയും ചെയ്യുന്ന കാര്യം വരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ തന്നെ തൊട്ടടുത്ത് നടന്ന സംഭവങ്ങളിൽ പോലും തെറ്റായ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത് എല്ലാം വരുമ്പോൾ ഒരു വശത്തുകൂടി തെറ്റായ ധാരാളം കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ രാഷ്ട്രീയമായി ഇടതുപക്ഷ മുന്നണിയെ ആക്രമിക്കാൻ, CPMൻ്റെ നേതൃത്വത്തെ ആക്രമിക്കാൻ ഒക്കെ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് രഹസ്യമായിട്ട് അണിചേർന്നുകൊണ്ട് നടത്തുന്ന കാര്യങ്ങൾ പലതും നടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കോഴിക്കോട് നടന്ന സംഭവങ്ങളുണ്ട്. EDയുടെ പരിശോധന, അതിനുശേഷം വാർത്തകൾ വരിക, ആ വാർത്തകൾ ഉടൻ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ സപ്പോർട്ട് ചെയ്ത് അതിന് അനുകൂലമായി പറയുക. ഇത്തരം സംഭവങ്ങൾ പലതും വരുന്നുണ്ട്. പല വിവാദങ്ങളും പഴയ ഗവൺമെൻറ്റിൻ്റെ പല പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും സ്പോർട്സുമായി ബന്ധപ്പെട്ടൊക്കെ പല കാര്യങ്ങളും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പ്രചരിപ്പിച്ച് പ്രധാന സംഗതികളിൽ നിന്നും ശ്രദ്ധ മാറ്റാനാണ് സാധാരണക്കാരൻ്റെ ഓണം, അവരുടെ റേഷൻ തുടങ്ങിയ കാര്യങ്ങളിൽ പോലും ഇടപെടുകയും ക്ഷേമ പെൻഷൻ സമയത്ത് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല വിവിധ മേഖലകളിലെ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അങ്ങേയറ്റം ആശങ്കപ്പെട്ടിട്ട് 10,000 ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ പേരിൽ അഴിമതിക്ക് വളം വെക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഇങ്ങനൊരു ഓണമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് എന്നുള്ളത് കൊണ്ട് ഇവർ ചെയ്യേണ്ട ഈ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. റേഷൻ അരി പോലും അല്ലെങ്കിൽ സാധാരണക്കാരന് അരി പോലും കൊടുത്തിരുന്ന ആ സൗജന്യ ആനുകൂല്യങ്ങൾ നിർത്തലാക്കി എന്നുള്ളത് പറയാനാണ്. അതങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇത് ഗവൺമെൻറ് ഇത്തരം നയങ്ങളുമായി മുന്നോട്ട് പോകുകയല്ല വേണ്ടത് എന്ന് ഓണത്തിൻ്റെ ഭാഗമായി പറയാനാണ് ഈ അവസരം ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത്.